ഹലോ. നമ്മൾ അബുദാബി ടു ട്രിവാൻഡ്രം ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇപ്പം നമ്മൾ നമ്മുടെ ഗേറ്റ് ലക്ഷ്യമാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് 38 അല്ലേ, 39C ആണ് നമ്മുടെ ഗേറ്റ് നമ്പർ എന്ന് പറയുന്നത്. ഗേറ്റ് ഓൾറെഡി ഓപ്പൺ ആണ്, നമുക്ക് നേരെ പോയി അങ്ങ് കയറിയാൽ മതി. നമ്മൾ പിന്നെ ജസ്റ്റ് എയർപോർട്ടൊക്കെ ഒന്ന് കണ്ടു, പ്രത്യേകിച്ച് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊന്നും കയറിയില്ല. എല്ലായിടത്തും ഇത് തന്നെ സെയിം ക്ലീശയാണല്ലോ. സോ അതുകൊണ്ട് ഇത്തവണ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊന്നും കയറിയില്ല, ജസ്റ്റ് ചുമ്മാ എയർപോർട്ട് ഇങ്ങനെ കണ്ടു, അത്രേ ഉള്ളൂ. നല്ല രസമുണ്ട്, എയർപോർട്ടൊക്കെ കാണാൻ കൊള്ളാം. പക്ഷേ എനിക്ക് എയർപോർട്ടിൽ ത്രൂ ഔട്ട് ചെറിയ സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, ഇവിടുത്തെ മെയിൻ്റനൻസിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. കാരണം നമ്മൾ മറ്റേ ഫ്ലൈറ്റിൽ നിന്ന് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരും ഈ സെയിം സംഭവം ഞാൻ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ കണ്ടായിരുന്നു. ചിലപ്പോൾ ഇവിടുത്തെ എന്തെങ്കിലും ഇപ്പോഴത്തെ കറണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. കാരണം എയർപോർട്ടിലൊന്നും അങ്ങനെ അവർ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ വെച്ചോണ്ടിരിക്കത്തില്ലല്ലോ, പെട്ടെന്ന് തന്നെ സോർട്ട് ഔട്ട് ചെയ്യൂലേ. അബുദാബിയിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം എന്തെന്നറിയോ, അബുദാബി ബിഗ് ടിക്കറ്റ്. അതാ ഇത് ഫസ്റ്റ് ക്ലാസ് ലോഞ്ചാണ്. അബുദാബി ബിഗ് ടിക്കറ്റ് അബുദാബി ബിഗ് ടിക്കറ്റിൻ്റെ കാര്യമാണ് നമുക്കിവിടെ എത്തിയപ്പം ആദ്യം നമ്മുടെ മൈൻഡിലേക്ക് വന്നത്. എന്താ ഇവിടെ എന്തുകൊണ്ടെന്ന്, ഗുജി ഓൾറെഡി വാങ്ങിച്ചല്ലോ, ഇനി വീണ്ടും ഗുജിയുടെ വല്ല ബിസിനസ് തുടങ്ങാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. എന്തിനാ, ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊക്കെ കയറി മടുത്ത്, സെയിം കാഴ്ചകൾ തന്നെ വെറുതെ എന്തിനാ കയറി കാണുന്നത്. സ്മോക്കിംഗ് ക്യാബിൻ, ഇതാ നോക്കി, അവിടെ ഒരു കൂട്ടം ആൾക്കാർ മതി, അതൊന്നും ഒരുപാട് പിടിക്കണ്ട. സ്മോക്കിംഗ് ക്യാബിൻ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ അതിൻ്റെ അകത്തും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇത് നോക്കി, ഒരു റോബോ നിന്ന് കളിക്കുന്നു. ഒരു റോബോ നിന്ന് ഡാൻസ് കളിക്കുന്നു ഗൈസ്. വിൽക്കാനായിരിക്കും, അല്ല അവനെന്ത് എടുത്തോണ്ട് വരുന്നു. ഞാൻ എൻ്റെ പെട്ടി പാതി വഴിക്ക് കളഞ്ഞു റോബോയെ കണ്ടപ്പോൾ. ഭയങ്കര ഡാൻസൊക്കെയാ. ആ മനുഷ്യൻ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നത് ആരും ശ്രദ്ധിക്കത്ത പോലും ഇല്ല, വന്ന് തട്ടി ദൂരെ കളഞ്ഞിട്ട് പോവും. ഇത്തിരി ചെറിയൊരു റോബോ. നമ്മൾ ലണ്ടൻ ടു അബുദാബി വന്നത് A380 ഫ്ലൈറ്റിലായിരുന്നു. ഇനിയിപ്പം അബുദാബി ടു ട്രിവാൻഡ്രം പോകാൻ പോകുന്നത് നമ്മുടെ നോർമൽ പാസഞ്ചർ ഫ്ലൈറ്റിലാണ്. A380യുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ A380 ഫ്ലൈറ്റ്സ് ഉള്ളത് നമ്മുടെ എമിറേറ്റ്സിനാണ് കേട്ടോ. അവർക്കാണ് ഏറ്റവും കൂടുതൽ A380 ഫ്ലൈറ്റ്സ് ഉള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു മാക്സിമം 10 years. അതുകൊണ്ട് A380 ഫ്ലൈറ്റ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറയുന്നത്. കാരണം അതുകൊണ്ട് വലിയ ലാഭമില്ലെന്നാണ് പൊതുവേ ഉള്ളൊരു ടോക്ക്. കാരണം അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ആണെങ്കിലും ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഫ്യൂവലൊക്കെ ഭയങ്കരമായിട്ട് ആവുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയും A380 ഫ്ലൈറ്റ്സിൻ്റെ ആ ഒരു മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. പക്ഷേ അതിൽ ട്രാവലിംഗ് എന്ന് പറയുന്ന ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസാണ്. അതെ, വലിയൊരു കൊട്ടാരത്തിൽ കയറി പോകുന്ന പോലെ. അതിൻ്റെ അകത്തെ ആ ഒരു വീതി തന്നെ ഒരു 2 ബസ്സിൻ്റെ ആ ഒരു അത്രയും 2-2.5 ബസ്സിൻ്റെ അത്രയും വീതിയൊക്കെ ഉണ്ട് അതിൻ്റെ അകം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ട്രാവലിംഗ് എന്ന് പറയുന്ന ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെ. ശരിക്കും A380 ഒന്ന് നിർത്തല്ലെന്നാണ് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം. കാരണം നമ്മളിപ്പം നാട്ടിലേക്ക് പോകുന്ന സമയത്തൊക്കെ നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ജേർണി എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് കണക്ഷൻ എത്തുന്നത് എവിടെയാണോ അവിടെ വരെ ഉള്ളതാണ്. ഇപ്പം നമ്മൾ ഇത്തവണ വന്ന അബുദാബി ആണെങ്കിലും നമ്മൾ കഴിഞ്ഞ തവണ ബഹ്റൈനിലായിരുന്നു, ഫസ്റ്റ് ടൈം വന്നപ്പം ദുബായ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ജേർണി എന്ന് പറയുന്നത് എന്താ പറയുന്നത്, നമ്മൾ ഭയങ്കര എക്സൈറ്റഡ്. കാരണം A380യിലാണല്ലോ, മറ്റേത് പിന്നെ സാധാ ഫ്ലൈറ്റ് അല്ലേ, അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് മറ്റേ ഫ്ലൈറ്റിലില്ല. നമ്മൾ ശരിക്കും നല്ല ടയേർഡാണ്. കാരണം 6 hours ഉണ്ടായിരുന്നു ജേർണി എന്ന് പറയുന്നത്. അബുദാബി വന്നപ്പോൾ തന്നെ ഒരു പരുവായി. ഞാൻ കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങി. ഞാനൊരു ഫിലിം മൊത്തം കണ്ടു കേട്ടോ. ഞാൻ കാണാത്തൊരു ഫിലിം അതിലുണ്ടായിരുന്നു, ഒരു തമിഴ് മൂവി. അത് ഞാൻ കണ്ടു. അതെന്തായാലും ഞാൻ കുറച്ച് നാളുകൊണ്ട് കാണണമെന്ന് വിചാരിച്ചൊരു മൂവിയായിരുന്നു. അതെന്തായാലും ഞാനിന്ന് കംപ്ലീറ്റ് ചെയ്തു ആ മൂവി. പിന്നെ താങ്കൾ എന്തായിരുന്നു, സൂക്ഷ്മദർശിനി 2 തവണ ഉണ്ടോ? ബാക്കിയൊക്കെ കണ്ടതൊക്കെ തന്നെയായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് വേറെ ചോയ്സ് ഒന്നും ഇല്ല. ഇനിയിപ്പം കയറാൻ പോകുന്നതിനകത്ത് ഇതൊന്നും ഇല്ല, സ്ക്രീനും ഇല്ല, ഒന്നുമില്ല, ഒരു തേങ്ങയില്ല. അതുകൊണ്ട് ഭയങ്കര ബോറായിരിക്കും. ഫുള്ള് ഉറങ്ങണം. ആ ഒരൊറ്റ പ്ലാനിലാണ് ഇനി അടുത്ത ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. നമുക്കിനി ഫ്ലൈറ്റിൻ്റെ അകത്ത് ചെന്നിട്ട് ഫ്ലൈറ്റിൻ്റെ അകത്തെ വിശേഷങ്ങൾ കാണാം.
ഇവിടെ ബോർഡിങ്ങിൽ വന്ന സമയത്ത് നമ്മുടെ സീറ്റ് ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞു. റീസൺ എന്താണെന്നൊന്നും അറിയത്തില്ല. അവർ സീറ്റ് ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞു. സെയിം വിൻഡോ സൈഡ് തന്നെയാണ് ഒരുമിച്ചാണ് ഇരിക്കുന്നതെന്നും പറഞ്ഞു. സീറ്റ് നമ്പേഴ്സ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. Ladies and gentlemen, very good evening from the flight deck. This is your captain speaking. My name is Fabio. On behalf of Senior First Officer. നമ്മൾ A380 A321 മാറിയപ്പോഴത്തേനും ഭയങ്കര വ്യത്യാസമാണ്. എങ്ങനെയുണ്ട് വ്യത്യാസം? ആകെ ഒരൊറ്റ സാധനം മാത്രം സെയിം ഉണ്ടതാ, ഈ ബ്ലാങ്കറ്റ്. പിന്നെ വേറെ ഒന്നുമില്ല. എന്തൊക്കെ വേണം? എൻ്റെ ജോയ്സ്റ്റിക്ക് വേണം, സ്ക്രീൻ വേണം, പിന്നെ ഹെഡ്സെറ്റ് വേണം. ഇതൊന്നുമില്ല. എന്താ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് മാത്രം തന്നിട്ടുണ്ട് നമുക്ക്. ആ ഫ്ലൈറ്റിൽ നിന്ന് ഈ ഫ്ലൈറ്റിലോട്ട് മാറിയപ്പോഴത്തേനും മറ്റേ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമായിപ്പോയി. ആനയും പൂച്ചയും തമ്മിലൊക്കെ. നമ്മൾ പെട്ടെന്ന് A380 A321 വന്നപ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ ആ ഒരു ഇൻറ്റീരിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡിഫറൻസൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇതിൽ കയറിയപ്പം. അതുപോലെ നമ്മൾ പെട്ടെന്ന് അതായത് നമുക്ക് ഒരുപാട് ടൈം ഗ്യാപ്പൊന്നും വന്നില്ലായിരുന്നു ഇതിലോട്ട് ചേഞ്ച് ആയതേ. നമുക്ക് ഒരു 1.5 hours ഡിഫറൻസ് ഉള്ളായിരുന്നുള്ളൂ. സോ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഫ്ലൈറ്റിൽ കയറി. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചേഞ്ചസ് മനസ്സിലാവുന്നുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്ലൈറ്റിൻ്റെ നമുക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ കയറിയപ്പോൾ തന്നെ ഭയങ്കര വെൽ മെയിൻറ്റെയിൻ ആയതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം സീറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പുതിയതൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് പറയാൻ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ മുമ്പേ ഗൾഫിൽ ട്രാവൽ ചെയ്ത സമയത്ത് നമ്മൾ ബഹ്റൈനിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് കയറിയ ഫ്ലൈറ്റിൽ ആ ഫ്ലൈറ്റിൻ്റെ സീറ്റിങ്ങും കാര്യങ്ങളും ഒന്നും അത്ര പോരായിരുന്നു. പക്ഷേ ഇതിൻ്റെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊള്ളാം. കാണുമ്പോൾ തന്നെ ഒരു വെൽ മെയിൻറ്റൈൻഡ് എയർക്രാഫ്റ്റ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ബാക്കി നമുക്ക് ഫുഡൊക്കെ കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഈ ഫ്ലൈറ്റിൻ്റെ ഓവറോൾ പെർഫോമൻസ് എന്ന്. الحجم وتخزينها في مكان آمن أثناء الإقلاع والهبوط. يجب الآن إغلاق جميع الأجهزة الإلكترونية اليدوية مثل الهواتف النقالة أو اختيار وضعية الاستخدام أثناء الطيران. إذا تعرض جهازكم الإلكتروني للتلف أو ارتفع درجة നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫിനുള്ള പ്രിപ്പറേഷനിൽ കുറച്ച് ഡിലേ ആണ്. ഒരു 20 minutes ഡിലേ അല്ലേ? 20-25 minutes ഡിലേ ആയി ഫ്ലൈറ്റ്. നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് റൺവേയിലേക്ക് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. കുറച്ച് നേരം കൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ഇങ്ങനെ റൺവേ കൂടെ വന്നിട്ടാണ് ഇപ്പം ടേക്ക് ഓഫ് ആയത്. അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മീൽ ടൈമായി. ശരിക്കും മീൽസ് കൊണ്ടുവന്നപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു, സെയിം നമുക്ക് A380 കിട്ടിയ അതേ സാധനങ്ങൾ തന്നെ ആയിരിക്കും ഇവിടെയും കിട്ടുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ആ ഒരു കവറിങ്ങിൻ്റെ കോട്ടിങ്ങും ഒക്കെ സെയിം കളറൊക്കെ തന്നെ. പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഡിഫറെൻറ്റ് സാധനമാണ്. പക്ഷെ നമുക്കറിയായിരുന്നു വേറെ ആയിരിക്കും തരുന്നത്, സെയിം തന്നെ തരില്ലായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ചിക്കൻ വിത്ത് റൈസ് ആയിരുന്നു. പ്ലസ് അതിൻ്റെ കൂടെ ഒരു സാലഡ് ഉണ്ടായിരുന്നു. അതൊരു വെറൈറ്റി സാലഡായിരുന്നു. പിന്നെ നമുക്ക് സ്വീറ്റായിട്ട് രസഗുള കിട്ടി. ഡ്രിങ്ക് നോക്കിക്കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നമ്മുടെ ആപ്പിൾ ജ്യൂസ് തന്നെ. അതിൽ നമുക്ക് മാറ്റമില്ലല്ലോ, ഫ്ലൈറ്റിൽ നമ്മളെപ്പോഴും ആപ്പിൾ ജ്യൂസാണല്ലോ പ്രിഫർ ചെയ്യുന്നത്. ഫുഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് ഒരു രക്ഷയുമില്ല, പറയാതിരിക്കാൻ വയ്യ. നല്ല
അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ A380 കിട്ടിയ ഫുഡിനെക്കാട്ടിലും നല്ല അടിപൊളി ഫുഡായിരുന്നു. നമ്മൾ മറ്റേടത്ത് ഫുഡ് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു, പക്ഷേ ഇവിടുത്തെ ഫുഡ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ഈ ഫുഡ് കഴിക്കുന്നത്. മുമ്പ് പറഞ്ഞ എല്ലാ റിവ്യൂ നമ്മൾ ഈ ഒരൊറ്റ ഫുഡിലൂടെ മാറ്റി കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. എയർക്രാഫ്റ്റ് ഫുൾ സർവീസ് ആൻഡ് പ്ലസ് ഫുഡ് ഇതൊക്കെ അടിപൊളിയാണ്. എത്തിഹാദ് ഒരു രക്ഷയില്ല. മുമ്പ് ഞാൻ ഫുഡ് പറഞ്ഞതൊക്കെ ഞാൻ ഈ ഫുഡ് ടേസ്റ്റ് ചെയ്തതിലൂടെ ഞാൻ മാറ്റി പറയുകയാണ്. കാരണം ഇത് ഞാനിവിടെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മോശമായിപ്പോവും. നല്ല അടിപൊളി ഫുഡായിരുന്നു. എന്താ പറയുന്നത്, ഒരു ഓവറോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എത്തിഹാദിൻ്റെ സർവീസിന് ഒരു പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എത്തിഹാദിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റും. അവരുടെ എയർക്രാഫ്റ്റ് ആണെങ്കിലും ശരി, സർവീസസ് ആണെങ്കിലും ശരി, ഫുഡാണെങ്കിലും ശരി, എല്ലാം എക്സ്ട്രാ ഓർഡിനറിയാണ് കേട്ടോ. നമ്മൾ എത്തിഹാദിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വർത്തി തന്നെയാണ് കേട്ടോ. അവരുടെ എയർക്രാഫ്റ്റ് ആണെങ്കിലും ശരി, അവരുടെ ഫുൾ സർവീസസ് ആണെങ്കിലും എല്ലാം നല്ല എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു. നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇപ്പം ലഗേജസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. നമ്മുടെ ലഗേജ് കിട്ടാൻ ഒരുപാട് താമസം എടുത്തു. എന്താണെന്നറിയില്ല, നമ്മൾ ഒരുപാട് ടൈം അവിടെ നിന്നിട്ടാണ് നമ്മുടെ ലഗേജസ് ലാസ്റ്റ് കിട്ടിയത്. നമ്മുടെ ഫ്രണ്ടും വൈഫും പുറത്ത് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ശരിക്കും അവർ ഒരുപാട് നേരത്തെ വന്നു. അങ്ങനെ അവർക്ക് നല്ല പോസ്റ്റ് കിട്ടി. അല്ലയോ 3 മണിക്ക് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ് 2:30 ഞാൻ പറഞ്ഞത്. അല്ലേ 2:30 ഇറങ്ങും. നീ എന്നോട് പറഞ്ഞ 2:30 കളിയാ, ഫ്ലൈറ്റ് 2:30 3 മണിക്ക് നിങ്ങൾ കറക്റ്റ് 1/2 മണിക്കൂർ നിങ്ങൾ വെളി വരും. നിങ്ങളാണ് എത്തിഹാദിന് ആദ്യത്തെ സാരഥികൾ എന്നാ പറഞ്ഞത്. അല്ലയോ ഇപ്പൊ നിഷേധിക്കും, ഇപ്പൊ നിഷേധിക്കും. നിനക്കത് മനസ്സിലായിക്കൂടെ? ഇപ്പൊ നിഷേധിക്കും കേട്ടോ. കറക്റ്റ് പോയിട്ട് 90 ദിവസമാകുന്നു. കറക്റ്റ് 3 മാസം. നമ്മൾ പുറത്തിറങ്ങിയപ്പോഴേ കണ്ട കാഴ്ച ഫുള്ള് മഴയൊക്കെ പെയ്തൊരു വല്ലാതെ കിടക്കുമായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ചായ കുടിക്കണമെന്നൊക്കെയാണ് നമ്മുടെ പ്ലാൻ. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പം നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. എന്തിനാണ് നമ്മൾ നാട്ടിൽ ഈ ഒരു 3 months വന്നത്, എന്താണ് റീസൺ, അതൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ കാണാം.